ഇവിടെയോ? എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണ്ടേ? അതെനിക്കറിയാം. അളിയനങ്ങ് ഇറങ്ങി നടന്നാ മതി. അല്ലെങ്കിലേ ഓട്ടോയ്ക്ക് 4 രൂപ കൊടുത്താൽ സ്റ്റേഷനിൽ നടക്കിറക്കും. ഇറങ്ങണം. അറ്റാക്ക് ചെയ്യാതെ നീ വണ്ടി വിട്ടുവിട്. നീ തറവാട്ടി പറഞ്ഞവനല്ലേ നക്കിത്തരം കാണിക്കാതെ. നീയല്ലടാ നക്കിത്തനം കാണിക്കുന്ന നക്കി, എച്ചിത്തനം കാണിക്കുന്ന എച്ചി. 1-ാം തീയതി ആവുമ്പോ കെട്ടിപ്പറക്കി എറണാകുളത്ത് നിന്ന് പോന്നോളൂ തിരുവനന്തപുരത്തേക്ക് മറ്റുള്ളവരെ മുടിപ്പിക്കാൻ. എന്ന കാശ് കയ്യിലുണ്ടോ? അതുമില്ല. കിട്ടുന്ന ശമ്പളം മുഴുവൻ വെട്ടി വിഴിഞ്ഞോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു 6 മാസം ഏരിയയിലെങ്ങനെ കണ്ടുപോയാ മജ്ജറ നീ ഇത് പറയണോടാ. അതല്ലേ പറഞ്ഞത്. ഇല്ലാത്ത ലീവ് കെഞ്ചി പറഞ്ഞു വാങ്ങി മാസം തോറും എത്തുന്നത് ആത്മാർത്ഥ സുഹൃത്തിനെ കാണാനുള്ള ആവേശം കൊണ്ടാണ്. അതേ ആവേശം ഇനിയും കൂടിയല്ലേ ട്രെയിൻ പോകും. അതെ ഈ വക കാര്യങ്ങൾ ഞാൻ കോമഡി പറയാറില്ല. ഒരു 50 രൂപ എന്നിട്ട് പോടേ. നക്കി പോയല്ലോ പോയല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആഹാ ഇന്ന് കലക്കിയിട്ടുണ്ടല്ലോ. താനെന്താ തുറച്ചു നോക്കുന്ന തന്റെ സാരിയെ കുറിച്ചാ? ഇതെന്താ ബിന്നി സിൽക്കാ? അല്ല. എന്നാ സരിതയായിരിക്കും. അതർവൈസ് ഇറ്റ്സ് ഗാർഡൻ പറയല്ലേ. എടോ ഇതൊക്കെ ഒരുമാതിരി പഴഞ്ച ഫാഷൻ അല്ലേ. മിസ് എലിസബത്ത് യു ആർ ടു വെയർ ദ മോസ്റ്റ് മോഡേൺ ഡ്രസ്സസ്. എന്റെ ഒരു ഫ്രണ്ട് സിറ്റിയിൽ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ആർ ഫ്രീ ഇൻ ദി ഈവനിംഗ് ഐ വിൽ ഹെൽപ്പ് യു. സോറി, ഒരു മേലുദ്യോഗസ്ഥനോടുള്ള എല്ലാ ബഹുമാനവും ഞാൻ സാറിന് തരുന്നുണ്ട്. പ്ലീസ് അതില്ലാതാക്കരുത്. ഇതൊക്കെ ഒരു രസമില്ലടോ. പിന്നെ ഒരു അഭിനന്ദനം അത് ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികൾ ഉണ്ടാവോ? സോറി, എനിക്കിഷ്ടമല്ല. എന്താടോ കുറെ നേരമായിട്ട് വായം പൊളിച്ച് നോക്കിയിരിക്കുന്നത്? ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞേക്കാം, വർക്കിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. പിന്നെ ഉത്തരവാദിത്തങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാ. കണ്ടില്ലേ, മറിയം മാത്യുവിന് ഇതുവരെ എഴുന്നള്ളാറായിട്ടില്ല. എല്ലാവർക്കും ഒരു എക്സ്ക്യൂസ് ഉണ്ടല്ലോ. വണ്ടി കിട്ടിയില്ല, കുട്ടിയുടെ സ്കൂൾ ബസ് വന്നില്ല, ഭർത്താവിന് സുഖമില്ല, അമ്മായി പിന്നെ ഹാർട്ട് അറ്റാക്ക്. ഇതിനുമാതിരി താലൂക്ക് ഓഫീസിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ കഷ്ടമാണല്ലോ. പിള്ളേ സാർ, മറിയത്തിനോട് എന്നെ കണ്ടിട്ട് രജിസ്റ്ററിൽ സൈൻ ചെയ്താമെന്ന് പറഞ്ഞേക്ക്. ശരി സാർ. എക്സ്ക്യൂസ് മീ സർ. എത്തിയോ? പാവം വല്ലാതെ ക്ഷീണിച്ചു പോയി. മോപ്പറ്റ് നിന്ന് സ്റ്റാർട്ടിംഗ് വിള മനഃപൂർവ്വമല്ല സർ. ഇന്ന് ഡാഡിയുടെ ഡാഡി, മമ്മി, അങ്കിൾ, ആന്റി. മനുഷ്യരാകുമ്പോ അങ്ങനെ പല ബന്ധങ്ങളുണ്ടാവും. ബന്ധങ്ങളുണ്ടാവുമ്പോ പ്രോബ്ലംസ് ഉണ്ടാവും. എടോ ചെറുപ്പക്കാരായ കുറച്ചൊക്കെ ടേസ്റ്റും സെൻസും വേണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. എന്തൊരു കോമ്പിനേഷൻ ആണോ ഇത്. പച്ച സാരി, മഞ്ഞ ബ്ലൗസ്, നീല ചെരുപ്പ്. ടു ബി ഫ്രാങ്ക്, യു ലുക്ക് ഹോറിബിൾ നൗ. മറിയം, ഈ നല്ല ഡ്രസ് ഇടുമ്പോഴുള്ള ലുക്ക് ഉണ്ടല്ലോ, അതുപോലെയാണ് ബിൽഡിംഗ്സിന്റെ പെയിന്റിംഗ്, സ്കീം പ്ലാനിംഗ്, കളർ സെലക്ഷൻസ്. ഞാൻ പറയുന്നുണ്ട്, ഇത് മറിയത്തിന് മനസ്സിലാവുന്നുണ്ടല്ലോ. മറിയം വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് കണ്ടോ, മാധുരി ദീക്ഷിത് കലക്കിട്ടില്ലേ. മന്ദാകിനി, ആ കോമ്പിനേഷൻ നോക്ക്. ശ്രീദേവിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇതൊക്കെ മറിയത്തിന് വേണ്ടി ഞാൻ വാങ്ങിയതാ. ഇതൊക്കെ നോക്കി പിടിച്ച് നാളെ മുതൽ നല്ല സ്റ്റൈലായിട്ട് ഡ്രസ് ചെയ്തിട്ടാണ് ഓഫീസിലേക്ക് വരാൻ. ഓക്കെ സാർ വേഗം ഒരു കല്യാണം കഴിക്കണം. എന്നിട്ട് ഇതൊക്കെ ഭാര്യ പഠിപ്പിച്ചാ മതി. എന്നെ കെട്ടാൻ വരുന്ന ആക്ക് ചിലപ്പോ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. വരട്ടെ. ഹായ് സൂസൻ, ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കോൾ. ഹൗ ആർ യു? എങ്ങനെയുണ്ട്? ദൂരെ നിന്ന് നോക്കുമ്പോ ഫ്രണ്ട് എലിവേഷന് കുഴപ്പമുണ്ടാവില്ല. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന നേരത്തിൽ ലുക്ക് കിട്ടും എന്നുള്ള സംശയം. നോട്ടെ.
സാർ ഉദ്ദേശിക്കുന്ന ലുക്ക് ഇനി ഇവിടെ കിട്ടും തോന്നുന്നില്ല. ജനറൽ ട്രാൻസ്ഫറിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. സാറിനെ കൊച്ചിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. റിയലി? അതെ, ലിസ്റ്റ് ഞാൻ കണ്ടതാ. സീനിയർ പോസ്റ്റ് ഉള്ളവർക്കാ ട്രാൻസ്ഫർ. ഛേ, ഇവിടെ വന്നൊന്ന് വേരോട് തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പ് പിഴുതെറിയാൻ തിരക്കുമായി. കൊച്ചി സാറിന് കുറെ കൂടി ലക്കിയായിരിക്കും. എന്നാര് പറഞ്ഞു? അത് പിന്നെ എന്റെ ലക്ക് ഈ മണ്ണി തെളിയിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. മാനേജ്മെന്റിന്റെ എല്ലാ തോന്നിവാസനൊന്നും കൂട്ടുക എന്നെ കിട്ടത്തില്ലടോ. സാറിന്റെ സേവനം കൊച്ചിയിൽ ആവശ്യമുണ്ടെന്ന് മെമ്മോയിലുണ്ട്. Excuse me, sir. Yes. This is a measurement of the front portion. Are you okay? Okay, sir. Just wait, I'll come. എന്റെ സേവനം ഇവിടെയും പലർക്ക് ആവശ്യമുണ്ട്. ദേ, ഇതാ ഞാൻ പറഞ്ഞത്, സാറിന്റെ സേവനം തൽക്കാലം ഇവിടെ ആവശ്യമില്ലെന്ന്. ആരോടോ ഇത്? ഇന്ത്യൻ ബാങ്കിൽ ഒരു കക്ഷിയാ, തുടങ്ങിയിട്ട് കുറെ നാളായി. ഓഹോ, ഇതിപ്പോ രണ്ട് കല്യാണം ഒരുമിച്ച് നടക്കുന്ന ലക്ഷണമാണ്. രണ്ടും ഇല്ലാണോ? അതെ, സാർ അറിഞ്ഞില്ലേ? നമ്മുടെ എലിസബത്തിന്റെ കല്യാണവും ഫിക്സ് ചെയ്തു. ഇന്നലെ ആയിരുന്നു എൻഗേജ്മെന്റ്. അപ്പൊ അപ്പൊ അതും പോയോ? പിന്നെ എന്റെയും ഷീലയുടെയും കാര്യം എല്ലാം ഒന്ന് ഫിക്സ് ചെയ്തിട്ട് സാറിനോട് പറയാമെന്ന് വിചാരിച്ചു. ഓഹോ, പ്രശ്നങ്ങൾ ഇത്ര സങ്കീർണമായ സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മളിവിടെ വന്നൊരു കാര്യമില്ലല്ലോ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൊച്ചി എങ്കിൽ കൊച്ചി. പക്ഷേ ഇവിടെ പറ്റിയ അബദ്ധം എനിക്ക് പറ്റില്ല. ഒന്നോ രണ്ടോ ആഴ്ച പുറത്തു നിന്നാലും വേണ്ടില്ല, അവിടുത്തെ സ്ഥിതിഗതികൾ ശരിക്കും പഠിച്ച ശേഷമേ ജോയിൻ ചെയ്യുന്നുള്ളൂ. നീ നോക്കിക്കോ, ഇവിടെ 9 ജനാലകൾ അടയുമ്പോ അവിടെ എനിക്കായിട്ടൊരു വാതിൽ തുറന്നിട്ടുണ്ടാവിടും. ചെറിയ വായ കൊണ്ട് വലിയ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. ഇന്ന് ഞാൻ പപ്പിനെടുത്ത നിന്റെ കളി. നിന്നെ നിന്നെ ഇന്ന് ഞാൻ അടിച്ച് പൊട്ടിക്കും. എന്താ പത്മിനി ഇത്? ഇങ്ങനെയാണ് കുട്ടിയെ നോക്കുന്നത്? കുട്ടിയോ? ഇത് പിശാചാ. പത്മിനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. കുട്ടിയെ കുറിച്ച് അനാവശ്യം പറയരുത്. ഞാൻ പറയുന്നതിനാണോ കുറ്റം? രാവിലെ മുതൽ ഇവിടെ എന്തെല്ലാം വികൃതികളാ കാണിച്ചിരിക്കുന്നത് നോക്കിയേ. എന്താ മോളെ ഇത്? ഇനി ഇങ്ങനെ ചെയ്യൂ? കണ്ടോ കണ്ടോ, കള്ളം നോട്ടം. കാഴ്ച ബംഗ്ലാവിലെ കടുവാ കുട്ടി വളർത്താൻ പോലും ഇത്രയും പാടില്ല. പത്മിനിക്ക് പറ്റില്ലെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? മോള് പോ. മുത്തശ്ശ, എന്ത് പറ്റി മുത്തശ്ശ? അല്ല, അനുമോള് വന്നോ? എന്തിനാ മുത്തശ്ശ ഇതിന്റെ മേലൊക്കെ പിടിച്ചു കയറാൻ പോയത്? ഞാൻ എന്റെ മരുന്ന് തപ്പുകയായിരുന്നു മോളെ. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? വന്ന് വന്ന് ചിക്കുനേക്കാൾ കഷ്ടമായിരിക്കുക ഈ മുത്തശ്ശന്റെ കാര്യം. അത് നേരാ, ഞാനും അവളും ഒരേ പ്രായമല്ലേ. ഇത് കണ്ടോ കുഞ്ഞാ കൊച്ചു കാണിച്ചത്? ഞാൻ പോവുക. ഇതുപോലെ 3-4 എനിക്കും ഉണ്ട്. കൊച്ചിന് എന്തെങ്കിലും കയ്യപ്പത്തം പറ്റിയാലേ അതിനൊക്കെ തള്ളയില്ലാതാവൂ. പത്മിനി, പത്മിനി, പത്മിനി. എന്താ മോളെ ഇത്? സോറി മമ്മ. എന്താ അമ്മേ? നീലഗിരി വണ്ടർ മാറ്റിക്ക് എന്തിയടാ? അതിവിടുത്തെ തണ്ടർ ബോയ്സ് അടിച്ചു മാറ്റി കാണത്തില്ല. അല്ല, ഈ സിറ്റിയിലെ കള്ളന്മാർക്ക് ഇപ്പൊ സ്വർണ്ണ ഓർണമെന്റ്സ് ഒന്നും വേണ്ട അമ്മേ. ഇതുപോലത്തെ ചൊറിയണോ ഓർക്കിട്ടൊക്കെ മതി. എന്റെ കർത്താവേ, എന്നാ വില കൊടുത്തേച്ച് മേടിച്ചതാ? ഇത് എന്റെ പട്ടിപ്പട ഇവിടെ ഉണ്ടായിട്ട് എന്നതാടാ ഒരു പ്രയോജനം? വിശക്കുമ്പോ കുറയ്ക്കുന്നുണ്ടല്ലോ. അല്ല, രാത്രിയിൽ പട്ടി അഴിച്ചു വിടരുത് അമ്മാമല്ലേ പറഞ്ഞിട്ടുള്ളത്? അഴിച്ചു വിട്ടോ നേരം വെളുക്കുമ്പോ ഇവിടെ ചവിട്ടി മെതിച്ച് മൈതാനമാക്കും. എന്റെ കർത്താവേ, ഈ നാശങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. കൽക്കട്ടയൊന്നും പൂനെയൊന്നും ഒക്കെ വരുത്തി പാകിയ വിത്ത എല്ലാം ചവിട്ടി നശിപ്പിച്ച് നാശമാക്കി. വിശേഷം പൊക്കോ അവിടുന്ന്. അപ്പുറത്തിരുന്ന് പട്ടിയുടെ പേ നോക്കും. നാശത്തിന് ഇന്ന് ഞാൻ കൊല്ലി ഞാൻ എല്ലാത്തിനും.
അവിടെ നിന്ന് ഒരു കാര്യം, ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ഈ പട്ടിപ്രേമം നിർത്തണം, അല്ലെങ്കിൽ എല്ലാത്തിനും കൊണ്ട് വേറെ എവിടെങ്കിലും മാറി താമസിക്കണം. ഇതിലും ഭേദം അതാ. നീ തുള്ളാതെ കാര്യം പറയണ്ട സാറാമേ. നിങ്ങൾ അങ്ങോട്ടൊന്നും നോക്കേ. ഞാൻ കൽക്കട്ടയിൽ പൂനെന്നും ഒക്കെ വരുത്തി വിത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന കാണണമെങ്കിൽ. അല്ല സാറാമേ, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിനക്ക് ആ സൂപ്രണ്ട് ഉദ്യോഗം നോക്കി നടന്നാ പോരെ? എന്തിനാ ഈ പൂക്കളും കായ്കളും കനികളും ഒക്കെ? ഞാനും എന്റെ പട്ടികളും സമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ. നീ ഇപ്പൊ വലിച്ചെറിഞ്ഞ ആ പട്ടിയില്ലേ, അവൾ എവിടത്തേരാണെന്ന് അറിയോ? ജർമ്മൻകാരിയാ, അല്ലാതെ നിന്നെ പോലെ മഞ്ഞപ്പറക്കാരിയല്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു ജർമ്മൻകാരി. എല്ലാത്തിനും ഞാൻ എലി വിഷമിച്ച് കൊല്ലും. എലി വിഷം തിന്നാ എലിയല്ലേ ചാവൂ? ചങ്കിക്കൊള്ള വർത്താനം പറയരുത് സാറാമേ. നിന്റെ ഈ 1.5 ചക്രത്തിന്റെ പൂവും പുഷ്പവും അല്ല ഇവന്മാര്. ഇലഞ്ഞിപ്പാറ ഈനാശുവിന്റെ കുടുംബം മുഴുവൻ തീരെ എഴുതി വിറ്റാലും ഇതിങ്ങടെ ഒരു പൂടയ്ക്ക് വില വരില്ല. ഇവന്റെ അപ്പന്റെ അപ്പൻ ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുള്ളതാ. അല്ലെങ്കിൽ തന്നെ പട്ടികളുടെ തറവാട്ട് മഹിമയെ പറ്റി നിനക്ക് എന്നെ മനസ്സിലാവാനാ? അത് മനസ്സിലാക്കാൻ കഴിയാത്തോണ്ടാ എന്റെ അപ്പച്ചനെ അബദ്ധം പറ്റിയത്. ഈശോ, മോശമേ. സാറാമേ, എന്താ നീ കാണിച്ചത്? ആ, എന്നാ രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ. ഒന്നുകിൽ എന്റെ പട്ടി അല്ലെങ്കിൽ നിന്റെ ചട്ടി. ആഹാ, ഒന്ന് ഞാൻ ശരി ഇനിയില്ലേ റോസോട്? എന്താ സാറേ കാണിക്കുന്നേ? അത് താരയോട് പോയി ചോദിക്കണം. കൊണ്ട് വളർത്തി അയ്യോ, എന്റെ ചട്ടി. ഈശോ, കളയല്ലേ. എന്താ ഇത്? ഇവിടുത്തെ കൊച്ചമ്മക്ക് വട്ടി വേണമെന്ന് പറഞ്ഞിരുന്നു. വട്ടി ഇവിടെ ചട്ടിയും പട്ടിയും കൂടി പ്രശ്നമായിരിക്കാ. ഇയാളെന്താ ഊളം മാറുന്നത് കൊണ്ടാണ്? ഊളന്മാരെ നിന്നെ തന്ത ഞാൻ ചൂടായി നിൽക്കുന്ന പറയടാ. ഞാൻ ചൂടായി നിൽക്കുന്ന പറയടാ. നമ്മളിപ്പോ എന്താ ചെയ്ത് പറയടാ? നമ്മളിപ്പോ എന്താ ചെയ്തേ? അപ്പൊ അത് ആദ്യം പറഞ്ഞു പട്ടി. അയ്യോ, ആ കുട്ടി പിശാച്ച് മീനെ കൊല്ലണേ. ഈ കുട്ടിയെ ഞാൻ താഴ്ത്തിട്ട് പൊട്ടിക്കും ഞാൻ. എന്റെ കർത്താവേ, ഇതിനകത്തകം പോയി കിടന്നു. അനു അങ്ങനെ കണ്ടോണ്ടെന്ന് എന്നെ വിചാരിക്കും. അനു എന്ത് വേണേ വിചാരിക്കട്ടെ, അങ്ങനെയെങ്കിലും ഈ ശല്യം ഒഴിവാവൂല്ലോ. ഇവിടെ പട്ടിയെ നോക്കാൻ നേരില്ല. അപ്പഴാ കണ്ടവന്റെ കുട്ടി. ചിക്കുമോളുടെ മമ്മ വരുന്നത് കണ്ടോ? എന്റെ ചിക്കുമോളെ നമുക്ക് മീനെ പിടിച്ച് കൊന്നു കളിക്കാം. മീൻ ചിരിക്കുന്നു. ഓടുന്നു മീനെ പിടിച്ച് കൊന്നു കളിക്കാൻ മോളെ സാരമില്ല, നമുക്ക് കറി അങ്കിളിനെ വെളിച്ചത്ത് കിടത്തി ഇരുട്ടത്ത് ചോറ് കൊടുക്കാം കേട്ടോ. പോട്ടെ, നമുക്ക് പോവാം മോളെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല കൊച്ചിനെ കുത്തിരിക്കരുത്. 405 റൂമിൽ സാറിന്റെ ബ്രദറുണ്ട്. ബ്രദറോ? അതെ, ക്യാൻസർ പേഷ്യന്റ് ആണെന്നും വെല്ലൂർക്ക് പോകുന്ന വഴി സാറിനെ കണ്ടിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞു. കുറെ നേരം റിക്വസ്റ്റ് ചെയ്തിട്ടാ കീ കൊടുത്തത്. ക്യാൻസർ പേഷ്യന്റ് വെല്ലൂർ. ലേശം ഫിറ്റാ, ഒരു ഗ്ലാസ് തൈര് കൊണ്ടുവാ. നിനക്കാണോ ക്യാൻസർ? എപ്പോഴാ വെല്ലൂർക്ക് പോകുന്നു? എനിക്ക് സൗകര്യമുള്ളപ്പോ പോവും. 50 രൂപ ചോദിച്ചിട്ട് 50 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി വിട്ടവരാണ് നീ. നീ STD ആണെങ്കിൽ ഞാൻ ടെലക്സ് ആണ്. നീ മനസ്സിൽ കാണുമ്പോ ഞാനത് മാനത്ത് കാണും. 50 രൂപയുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റ് പറ്റി. അതുപോട്ടെ, നാറികൾ അങ്ങനെ പലതും ചെയ്യും. അതൊക്കെ ഇരിക്കട്ടെ, നീ ഇവിടെ വന്നിട്ട് ഒരു ഇല്ല, അറിയിച്ചില്ല. അറിയിക്കേണ്ട കാര്യമില്ല. എടാ, 250 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചെന്നെ നീ എന്നെ കുളം തോണ്ടി കുത്തുപാള എടുപ്പിച്ചില്ലേ? നിർത്ത്, ഇനി കൃഷി നിർത്ത്. അപ്പൊ നിന്റെ തീരുമാനം അങ്ങനെയാണല്ലേ? അതെ അതെ. ഇറങ്ങ. ഓഹോ, എന്റെ പല്ല് സെറ്റ് എടുത്ത് വെച്ച് എന്നെ തന്നെ നോക്കിച്ചിരിക്കുന്നു. എടാ പുല്ലെ, വെള്ളടിച്ച വയറ്റി കിടക്കണം. ഇവിടെ വന്ന് എന്നെ നാറ്റിക്കേണ്ട പാവെങ്കിലും ഇപ്പൊ ഇറങ്ങിക്കോണം. പൈസ നീ എന്നോട് ഗെറ്റൗട്ട് പറഞ്ഞല്ലടാ. നീ പറയണം, സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ദ്രോഹി, നാടോടുമ്പോ നടുവെ ഓടുന്ന നാറി, നായി നടുക്കടലിൽ ചെന്നാൽ നക്കിയെ കുടിക്കൊള്ളടാ. യു ആർ എ ഹിപ്പോക്രാറ്റ്, യു ആർ എ ബാസ്റ്റർഡ്, ഐ സേ. വെള്ളം ഇതല്ലടാ. സ്മാള് നല്ല വെളുത്ത നിറം, നല്ല വലിയ കണ്ണുകൾ,
ചാമ്പയ്ക്ക പോലുള്ള ചുണ്ടുകൾ, അന്നനാട, ഒരു വെളുത്ത മാരുതി കാറിൽ അവള് വന്നു. 1000 ഓർഡിനറിയോ? ഓർഡിനറി. നമ്പർ നോട്ട് ചെയ്തോ? ഇല്ല. ഇത് തിരുവനന്തപുരം അല്ല, കൊച്ചിയാണ്. തോപ്പുംപടി പാലത്തിന്റെ മേളിൽ നിന്ന് താഴോട്ടെടുത്ത് ഇടും പെണ്ണിന്റെ ആൾക്കാര്. അതുകൊണ്ട് ഇനി ഒറ്റ നമ്പറേ ഉള്ളൂ. അതെന്താ? അവളെ മറന്നുകളാ. ദേ സമയവും സന്ദർഭവും നോക്കി ഇവിടെ കോമഡി പറയാൻ. എങ്ങനെ പറയാതിരിക്കും? 24 മണിക്കൂർ നേരെ സാരിത്തുമ്പിന്റെ പുറകെയല്ലേ. ഏത് ഊതറ പീസിനെ കണ്ടാലും വിടർന്ന കണ്ണ്, മൂക്ക് നാരങ്ങ, ചുണ്ട് പേരയ്ക്ക, എന്നിട്ട് പോടേ. ദേ ഒരുമാതിരി തൊലിഞ്ഞ വർത്താനം പറഞ്ഞോണ്ടല്ലോ. ഞാനെന്താ 24 മണിക്കൂർ പെണ്ണുങ്ങളെ പുറത്ത് ചുറ്റുക? എനിക്കിവിടെ അന്തസ്സായിട്ടൊരു ജോലിയുണ്ട്. അല്ല നിന്നെ പോലെ തേരാപ്പാര തെണ്ടി കിടക്കുകയല്ല. ഇത് തിരുവനന്തപുരമാണ്, ഞാൻ ചോദിക്കില്ലോ. എറണാകുളമായി പോയി, എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമായി പോയി. എന്തായാലും എനിക്ക് അവളെ കണ്ടേ പറ്റൂ. ഐ വാണ്ട് യുവർ ഫുൾ ഡീറ്റെയിൽസ് ഇമ്മീഡിയറ്റ്ലി. നീ സീരിയസ് ആയിട്ടാണോ? അതെ, സത്യം? സത്യം. എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫൈൻഡ് വരുത്ത്. എങ്കിൽ എനിക്ക് ഐഡിയാസ് വരത്തുള്ളൂ. Within 24 hours 20 minutes she will be before you. അവൾ നിന്റെ മുമ്പിൽ ഉണ്ടാവും. ഭഗവാൻ തെരി മായ. ഉറപ്പാണോ? देखो अरे एक पॉइंट लाओ ना, बेल करो, सोडा एंड आइस मिलाओ. ഓക്കേ ജി. ഓ. നിർത്ത്. പൊക്കോ. ദേ ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത്. മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. സ്റ്റോപ്പ്. എനിക്ക് മൂത്രം ഒഴിക്കണം. മതി എളിയാ, മതി. ഇന്നത്തേക്ക് ഇത്രയും മതി. മാരുതി നോക്കി എന്റെ കഴുത്തൊരു മാതിരിയായി. ഇനി എല്ലാം നാളെ. ഓഫീസ് ടൈമായി, ഇനി നാളെ. നാളെ നീളെ. നീ വണ്ടി കയറി. എടാ ഒരു 10 മിനിറ്റ് കൂടി കറങ്ങി നോക്കി അവളെ കിട്ടുന്ന എന്റെ മനസ്സ് പറയുന്നു. ഇനി കറങ്ങിയാ ഞാൻ കറങ്ങിപ്പോവും. ഇനിയെങ്കിലും ഓഫീസിൽ ചെന്നില്ലെങ്കിൽ സൂപ്പറിനെ ചവിട്ടി പുറത്താക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. വൈകിട്ട് വന്നിട്ട് പുതിയ പദ്ധതികൾ ആലോചിക്കാം. അളിയാ പോകുന്ന വെള്ളം മാരുതി കാരണം വിട്ടോ. എന്താ അറിയോ? സ്കൂട്ടർ എടുത്ത് മാറ്റണോ? അതെ, വേറൊരു പാര. കാലെടുത്ത ആക്സിലേറ്ററിന്റെ മോൾ. വണ്ടിയോടെ പോയി. മുമ്പേ വണ്ടിയോടെ പോയിന്ന്. അതെ, വണ്ടി. ഏത് വണ്ടി? അയ്യോ, നിന്നെ നോക്കാനല്ലേ ഏൽപ്പിച്ചിരുന്നത്. ആണോ? എടാ വണ്ടി എവിടെ പോയി ചോദിച്ചു. വണ്ടി അതാണ് ഞാൻ. വണ്ടി അയ്യോ, പിന്നെ നീയൊക്കെ എന്നെ കോപ്പുണ്ടാക്കാൻ വണ്ടി കയറിക്കുന്നു. നിന്നെ ഏൽപ്പിച്ചു എന്നെ പറഞ്ഞാൽ മതി. എറണാകുളത്തുകാരാണെന്ന് പറഞ്ഞ് നടക്കുന്നു. നിന്നെ കേൾപ്പിച്ച് എന്നെ വേണം പറയാൻ. എടാ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏതായാലും വണ്ടി കണ്ടു, ആളെ കണ്ടു, എനിക്ക് മനസ്സിലായി. വൈകുന്നേരം നീ കുപ്പിയായിട്ട് വാ, നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാം. വസന്തി. ഒപ്പിടാൻ വരട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ ഒപ്പിടാൻ. ഒപ്പിടണ്ട. ഇന്നല്ല, കുറച്ച് നാളത്തേക്ക് തന്നെ ഒപ്പിടണ്ട. പുറത്ത് നിന്നാ മതി. അയ്യോ മാഡം, തന്നോട് പറഞ്ഞ് ഞാൻ മടുത്തു. ഓഫീസ് വരെ മാത്രം സമയമില്ല. പുറത്ത് എവിടെ നോക്കിയാലും കാണാലോ വായി നോക്കി നടക്കുന്നത്. അല്ല, പലർക്കും പല സഹായങ്ങളും ചിലരുടെ പ്രശ്നങ്ങൾ സോൾവ്. ഇയാൾക്ക് മാത്രമേ ഉള്ളല്ലോ പ്രശ്നങ്ങള്. ഇത് കുഴഞ്ഞ പ്രശ്നമാണ്. അറ്റൻഡൻസ് ഒപ്പിട്ടിട്ട് സെക്ഷനിൽ കൊടുത്ത്. ഈ കക്ഷിയല്ലേ അന്ന് മാരുതി കണ്ടത്? എടാ പ്രകാശ, നീ പുണ്യം ചെയ്ത ആത്മാവാടാ. എന്താ മൂന്ന് സാറേ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല, വെറുതെ ഓഫീസ് ടൈം അല്ലേ. വാസന്തി ചെല്ല്. ചേച്ചി എത്രയും വേഗം സെർവന്റിന്റെ കാര്യം ശരിയാക്കണം. ഒക്കെ ശരിയാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. മൂന്നാ Yes. ഇങ്ങോട്ട് വേണം.
തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളോ പെണ്ണുങ്ങൾ വന്നു വരുമ്പോ ഇങ്ങനെ ചുറ്റി കളിക്കരുതെന്ന്? അയ്യോ അല്ല, ഞാൻ ആ ഡെസ്പാച്ച് ഫയൽ സേഫി വെച്ച് പൂട്ടാൻ ഒന്നുമല്ല, വൈകുന്നേട്ടൊക്കെ ഓഫീസിന് പുറത്തു മതി. ഞാൻ ആ കുട്ടിയെ നോക്കിയതാണ്, ഏത് കുട്ടിയാണ്, എവിടത്തെ കുട്ടിയാണ്. മതി 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 മതി. താൻ കുട്ടിയെ നോക്കണ്ട, തന്റെ ഡ്യൂട്ടി നോക്കിയാ മതി. മനസ്സിലായോ? യെസ് മാഡം. മുന്താ ഇല്ല മാഡം, ഇനി ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഈ മുകുന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്നെ സസ്പെൻഡ് ചെയ്യരുത്. ഇയാളിഞ്ഞ് വന്നേ വേറൊരു കാര്യം ചോദിക്കാനാ. എന്താ മാഡം? താൻ ആ കുട്ടിയെ കണ്ടോ? ഏത് കുട്ടി? ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയ ആ കുട്ടി. ആ കുട്ടിയെ കാണാനല്ലേ എന്റെ ഡെസ്പാച്ച് കിടന്ന് കറങ്ങിയത്? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. ഓഹോ. അവൾക്ക് അത്യാവശ്യമായിട്ട് വീട്ടുജോലിക്ക് ഒരാളെ വേണം. താൻ വിചാരിച്ച് സംഘടിപ്പിക്കാൻ പറ്റുമോ? എക്സ്ക്യൂസ് മീ, ഞാൻ ബ്രോക്കർ അല്ല. മിസ്റ്റർ പ്രകാശ, വിത്തിൻ 24 hours 20 minutes ആ കുട്ടിയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിന്റെ മുമ്പിലെത്തും. ബ്രോക്കറാണ് മാഡം. ആദ്യമായിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞല്ലേ, എന്റെ ഇമേജിന് അല്പം കോട്ടം തട്ടിയാലും തിരക്കടില്ല. അല്ല, മണി പോലുള്ള പാർട്ടീസിനെ ഞാൻ കൊണ്ടേപ്പിക്കാം. അതെനിക്കറിയാം. ആരെ കൊണ്ടുവന്നാലും കൊള്ളാം, പക്ഷെ നല്ല മര്യാദയുള്ള ആളായിരിക്കണം. ഇടയ്ക്ക് വെച്ച് ഇട്ടെറിഞ്ഞ് പോകരുത്, സ്ഥിരമായിട്ട് നിൽക്കണം. അയ്യോ, ഇത് സ്ഥിരമായിട്ടേ നിൽക്കൂ. കേറിയാ പിന്നെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അത് മാത്രമല്ല, ആ. ഒരു കാര്യം പ്രത്യേകം പറയണം. ആ. അവക്കൊരു കുട്ടിയുണ്ട്. ആഹാ. അതിനെയും കൂടെ ചിക്കു, എന്താ ഇത്? കൊച്ചേ, വാ ഇവിടെ. അതൊന്നും എടുക്കരുത്. വരാനാ പറഞ്ഞത്. എടുക്കരുത്. അത് എടുക്കരുത്. ചിക്കു, എന്താ നീ കാട്ടുന്നത്? നിക്കവിടെ. അനു, എന്താ ഇതൊക്കെ? ദിസ് ഇസ് ടു മച്ച്. ഇതൊരു ഓഫീസാണെന്ന കാര്യം മറക്കരുത്. തനിക്ക് അല്പം സ്വാതന്ത്ര്യം തന്നെ വിചാരിച്ച്. യു നോ, ദിസ് ഇസ് ദ തേർഡ് ടൈം ഐ ആം ഫേസിംഗ് സച്ച് എ ബിറ്റർ എക്സ്പീരിയൻസ്. സോറി സർ. No, no, I can't tolerate this. What torture is this? ആത്മാർത്ഥ സുഹൃത്തെ, നല്ല ടേസ്റ്റ്. ഇനി ഒരു ചില്ലി ചിക്കൻ കൂടി പറയട്ടെ. ചില്ലിയോ ലില്ലിയോ എന്ത് പണ്ടാറമണിൽ പറഞ്ഞോ, ഇപ്പൊ തന്നെ രൂപ 10,400 ഉം. ഈ ടെൻഷൻ പിടിപ്പിക്കാതെ കാര്യം പറ. എടാ, അവളുടെ വീടറിഞ്ഞു, പേരറിഞ്ഞു. ഇനി ഒന്ന് കണ്ടുമുട്ടാനുള്ള വകുപ്പല്ലേ? പറയാം, ഞെട്ടരുത്. ദുർബലമല്ലല്ലോ നിന്റെ ഹൃദയം. പറയാം, രസ്യം ചിക്കൻ. നീ കൂടുതൽ ചിക്കരുത് ശവമേ. കാര്യം പറഞ്ഞ പോലേക്ക്. നീ കുടിക്കാൻ എന്തെങ്കിലും തണുത്തത് കരുതി വെക്കുന്നത് നല്ലതാണ്. കാര്യം പറ പുല്ലേ. എങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടോ. ആദ്യം നീ ഒരു വേലക്കാരന്റെ വേഷം കെട്ടണം. വേലക്കാരനോ? എന്താ, പറ്റില്ലേ? എങ്കിൽ വേണ്ട. വെട്ടി വിഴുങ്ങിയതിന്റെ കാശ് മുഴുവൻ കൊടുത്തിട്ടേ നീ തന്നെ അങ്ങ് ചെല്ല്. നിനക്കാവുമ്പോ ചേര് വേഷവും കെട്ടണ്ട. നിനക്ക് വയ്യെങ്കിൽ ഞാൻ പോകോളാം. അയ്യടാ, മൂഞ്ചിയെ പത്ത മുനിസിപ്പാലിറ്റി പോടാ. കാക്കയ്ക്കും തൻമൂഞ്ചി പൊന്മൂഞ്ചി താനടാ. ശ്ശേ, ഞാൻ ഈ വേലക്കാരന്റെ വേഷം തന്നെ കെട്ടണം. നിനക്ക് എന്താ അത്ര നിർബന്ധം? അവിടെ ഒരു വേലക്കാരന്റെ തസ്തിക ഒഴിവുണ്ട്, അതുകൊണ്ടാ. എന്ന് പറഞ്ഞ എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? എന്നാ നീ നിന്റെ സ്റ്റാറ്റസും കക്ഷത്തി വെച്ചോണ്ട് ആ പി സി പോയിരി. നീ കാര്യമായിട്ട് പറഞ്ഞോ? എന്റെ അമ്മ, ഈ ചപ്പാത്തിയാണ് സത്യം. എന്നാ പിന്നെ ഒരു കൈ നോക്കിക്കളേ അല്ലേ? ജീവിതത്തിൽ പല വേഷവും കെട്ടണ്ടല്ലേ? നിന്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഈ വേഷം തന്നെ കെട്ടേണ്ടി വരും. എടാ, 2 ദിവസം കെട്ടി അവധി 3 അവള് വീഴും. പിന്നെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇക്കാലത്ത് അതൊരു ഫാഷനുമാണ്. നീ എത്ര കാര്യമാക്കി എടുക്കണ്ട. എന്താ? അവളൊന്ന് പ്രസവിച്ചാണ്. പ്രകാശ, 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 നിനക്ക് താല്പര്യമുള്ള വിട്ടുകളാ. നമുക്ക് പ്രസവിക്കാത്ത ഒരെണ്ണത്തിൽ വേണ്ട. ഒന്ന് പെറ്റൊന്നും എനിക്കൊരു പ്രശ്നമല്ലടാ. കുട്ടി ഈസ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ മാൻ. Then proceed, man. ഭഗവാൻ തെരി മായ. ചിക്കുമോളെ, എന്തായി കാട്ടുന്നേ? എന്താ മുത്തശ്ശ? മുത്തശ്ശനിപ്പോ എന്താ വേണ്ടേ? ശ്ശോ, ഈ കണ്ണടയും പൊട്ടിച്ചോ? ഇതും പൊട്ടിയോ? ഇതൊക്കെ നിന്റെ മോളെ പണിയാ, കുമ്പാളി. ആ ബെപ്പാനെടുത്ത് എന്റെ മുഖത്തേക്ക് ഒറ്റയേറാ, അറിയോ? മുത്തശ്ശൻ ഒരിടത്ത് അടങ്ങിയിരുന്നേ. ഓ, ആഹാ, ചേച്ചിയോ? വരൂ. എന്നതാ മോളെ ഒരു ബഹളം? മുത്തശ്ശനോട് വഴക്കിടുക? ഒന്നും പറയണ്ട. മുത്തശ്ശനും കൊള്ളാം, കൊച്ചുമോളും കൊള്ളാം. രണ്ടും കൂടി ചേർന്നാ പിന്നെ എനിക്ക് ശരണം കിട്ടുമോ? ആരാ മോളെ അത്? കറിയാച്ചനും ചാറാ ചേച്ചിയുമാ. പിന്നെ എടുത്തു വെച്ചോ. ഈ പൊട്ടിയ കണ്ണട വെച്ചാ കണ്ണിന് കേട് വരില്ലേ?
ഓ ഇനി എന്തോ കേട് വരാൻ. നോക്ക് ചേച്ചി, ആഴ്ചയിൽ ഒരു കണ്ണാടി. പുതിയ ഗ്ലാസ് ഇട്ട് ഇന്നലെ വാങ്ങിയതാ. എന്റെ ശമ്പളത്തിന്റെ പകുതിയും മുത്തശ്ശന് കണ്ണാടി വാങ്ങിയാ തീരുന്നത്. അതെ, ചില ആൾക്കാർ അങ്ങനെയാ. വയസ്സായി കഴിഞ്ഞാ പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ തക്കം നോക്കിയിരിക്കും. പെട്ടിയിലാകും വരെ ഇവളുടെ അപ്പൻ എന്നെ എന്തുമാത്രം കഷ്ടപ്പെടുത്തിന്നറിയോ? പെട്ടിയിലായി കഴിഞ്ഞാ പിന്നെ കുറച്ച് നേരത്തേക്ക് ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ സുഖായി. അയ്യോ, ഇപ്പോഴാലോചിക്കുമ്പോ ആ അനു, ജോലിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഓഫീസിൽ ഒരാളോട് ഞാൻ പറഞ്ഞിരുന്നു, ഇന്നോ നാളെ ഇങ്ങ് എത്തിക്കാന്ന് വാക്ക് തന്നിരിക്കുക. അതെയോ? താങ്ക് യു ചേച്ചി. ഞാൻ ആകെ കഷ്ടപ്പെടുക. ഓഫീസിൽ പോലും പോവാൻ പറ്റുന്നില്ല. ഇനി ഒരു കഷ്ടപ്പാടും ഇല്ല. കുട്ടിയുടെ കാര്യവും വീട്ടുകാര്യവും ഒക്കെ ഭംഗിയായിട്ട് നടന്നോളൂ. ഓ അതെനിക്കറിയോ. ഓ എന്ത് വേണം? എന്താ? ഇവിടെ ജോലിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ പറഞ്ഞിരുന്നു. ആള് വന്നു. അല്ലല്ല, ആള് ഞാൻ തന്നെയാ. നിങ്ങളോ? അതെ, കാര്യങ്ങളൊക്കെ മൂന്ന് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ഒരാളെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, ഒന്ന് നിക്കേ. ഞാൻ ചേച്ചി നല്ലൊരു വിലക്കാരനാ. ചേച്ചി പറഞ്ഞ ആളാണോ നോക്കിയേ. അയ്യോ, എന്നെ പറഞ്ഞേക്കരുത് സാർ. ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. എടാ കൊച്ചനെ, ഇവർക്ക് ആവശ്യം ഒരു പെമ്പറന്നോരെയാ. കറിക്കരിയണം, തുണി നനയ്ക്കണം, ഈ വീട് തൂത്തു തുടയ്ക്കണം, പിന്നെ കൊച്ചിനെ നോക്കണം. എനിക്കറിയാം, ഈ പറഞ്ഞ ജോലികളൊക്കെ ഞാൻ ചെയ്യാം. അത് ശരിയാവില്ലേ ചേച്ചി? ഇനി വന്നു. അയ്യോ, എന്നെ ഈ ചെക്ക എവിടേക്ക് അങ്ങോട്ട് പോണേ? നീ ഇവിടെ നിൽക്കാൻ. അല്ല, ഞാൻ അതന്നെ ശരിയാവാത്തെ. അവനെ കണ്ടിട്ടൊരു പാവാണെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ മൂന്നിന് ഇങ്ങോട്ട് പറഞ്ഞയക്കൂ. എന്നാലും ചേച്ചി, ഞാനും മോളും മുത്തശ്ശനും മാത്രമല്ലേ ഉള്ളൂ. ഒരു പരിചയമില്ലാത്തൊരു പുരുഷനെ എങ്ങനെയാ ഇന്ന്? കയ്യിൽ വന്ന വീണ ഭാഗ്യം തട്ടിക്കളയരുത്. ഇന്നത്തെ കാലത്ത് സ്ത്രീകളെക്കാൾ പേരും പുരുഷന്മാരാ. അനു അവന്റെ മുഖം ശ്രദ്ധിച്ചോ? പരമഭക്തനാവൻ. കൊള്ളരുതാത്തൊന്നും അവൻ ചെയ്യില്ല. ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനില്ല. അറിയച്ചൻ അങ്ങോട്ടൊന്ന് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കും. ചെല്ലെന്ന്. സാർ, ദയവ് ചെയ്ത് എന്നെ പറഞ്ഞു വിടരുത് സാർ. അങ്ങനെ പറയരുത് സാർ. എനിക്കാരുമില്ല സാർ. തളർവാദം പിടിച്ചെടുക്കുന്ന ഒരു അമ്മ മാത്രം. മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ജോലി കിട്ടി കാണണമെന്നുള്ളത് അമ്മയുടെ അവസാനത്തെ ആഗ്രഹം. അവരുടെ ആനന്ദക്കണ്ണീർ കണ്ടുകൊണ്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത്. അറിയില്ലടി നീ. ഇനി ഒരു ജോലിയില്ലാതെ എന്നെ കണ്ടാൽ അവർക്കത് താങ്ങാനാവില്ല സാർ. അമ്മയില്ലാതെ ഞാൻ വീട്ടിലേക്ക് പോകില്ല സാർ. സാർ പ്ലീസ് എന്നെ കൈവിടരുത്. ഞാനും എന്റെ അമ്മയെ ആത്മഹത്യ ചെയ്യുന്ന സാറിനെ കാണേണ്ടി വരും സാർ. സാർ ഒരു കുടുംബം പറയാതെ സമ്മതിക്കണ്ടേ? എന്നെ കൈവിടരുത്. കാല് പിടിക്കാൻ സാർ. സാർ പ്ലീസ്. തന്റെ പേരെന്താ? വാസുദേവൻ. പ്രവാസുദേവനാ? അത് വീട്ടുപേരാ. പ്രാവു പുരക്കൽ വാസുദേവൻ. അതെന്താ, തന്റെ അപ്പന് പ്രാവ് എടുത്തുണ്ടായിരുന്നു? അച്ഛനല്ല, മുത്തച്ഛന്. മരിക്കുന്നത് വരെ പ്രാവുകൾ മുത്തച്ഛനൊരു ഹരമായിരുന്നു. പണ്ടൊരിക്കലേ മുത്തച്ഛനും പ്രാവുകളും തമ്മിൽ. തുടങ്ങി അങ്ങേരുടെ ഒരു പ്രാവും പക്ഷി. അതെന്താ, പ്രാവിനെ പറ്റി ഇവിടെ പറയാൻ പാടില്ല? പാടില്ല. എടോ, തനിക്ക് അടുക്കള പണിയൊക്കെ അറിയോ? ഓഫ് കോഴ്സ് മാഡം, ഐ ക്യാൻ ഡു. താനിപ്പോ എന്താ പറഞ്ഞേ? തനിക്ക് ഇംഗ്ലീഷ് അറിയൂ? ആരോടും പറയരുന്ന് ആഗ്രഹിച്ചതാ. ഇനിയിപ്പോ എന്തിനാ വിളിക്കുന്നത് സാർ? BS വരെ പഠിച്ചൊരു ചെറുപ്പക്കാരനാണ് സാർ ഞാൻ. അതൊന്നും എനിക്കൊരു ശാപമാ. കൂലിപ്പണി ചെയ്യാന്ന് വെച്ചാൽ പോലും ആരും തരുന്നില്ല. ഒരു അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരോടുള്ള സിമ്പതി എനിക്ക് ഇവിടെ ഒന്ന് പറയാനുള്ളൂ. ആ സിമ്പതി എന്നോട് കാട്ടരുത്. വാസുദേവ സാർ പ്ലീസ്. നീ അടുക്കളയിലേക്കല്ലേ? എന്നിട്ട് ജോലി തുടങ്ങിക്കോ. സാർ ഞാൻ ഒരിക്കലും. പിന്നെ എടോ, താൻ അടുക്കളയിലോട്ടില്ലേ? മോളെ, നമ്മുടെ പുതിയ സെർവന്റാ. ഞാനല്ല അവിടെ. വാസുദേവ, വാസുദേവ, മുത്തശ്ശന് കൃത്യമായി മരുന്ന് കൊടുക്കണം. 11 മണിക്ക് കുളിക്കാൻ ചൂടുവെള്ളം, കുളി കഴിഞ്ഞാൽ ഹോർലിക്സ്. മോള് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, നിർബന്ധിച്ച് കഴിപ്പിക്കണം. കേക്കും ബിസ്ക്കറ്റൊക്കെ ഷെൽഫിലുണ്ട്. മോളെ, മാമ പോവാണേ. ബായ്. പിന്നെ എന്റെ കുഞ്ഞിനെ കരയിപ്പിച്ച വാസുദേവനെ ഞാൻ വെറുതെ വിടില്ല. അയ്യോ വേണ്ട, മോള് വന്നാ പിന്നെ വാസുദേവൻ ആരാ കൂട്ട്? വാസുദേവന് ചിക്കുവിനെയാ ഇഷ്ടം. വാസുദേവൻ നല്ല ആളാ മോളെ, പപ്പിനെ പോലും ഒന്നല്ല. മോക്കെ ഐസ്ക്രീം ഉണ്ടാക്കി തരും, പായസം ഉണ്ടാക്കി തരും. അല്ലേ വാസുദേവ? പിന്നെ കണ്ടോ, മമ്മിയുടെ ചക്കര മോള് നല്ല കുട്ടിയായിട്ട് നിക്കണം കേട്ടോ. ഫ്രണ്ടിലെ വാതിലടച്ചോളൂ. മുത്തശ്ശൻ ഞാൻ പോവാ. പിന്നെ മാഡം
എന്താ? ലവ് ഒന്നുമില്ല. ഛേ. പിന്നെ മാഡം പ്ലീസ് പോയോ? ഓ, തനിക്ക് എന്താണോ എന്നോടൊരു ഇഷ്ടക്കുറവ്? എന്താ ബഹളം അവിടെ? മുത്തശ്ശൻ ഞങ്ങള് നെഞ്ചത്തി കളിച്ചോണ്ടിരിക്കുക.